ഗായ്സ്, അങ്ങനെ ഒരു നീണ്ട ലോങ് ലീവിന് ശേഷം ഇതാ നമ്മൾ കണ്ണൂരിലേക്ക് പോകാൻ കേട്ടോ. പോകുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ഞാൻ പഠിക്കില്ല. അതുകൊണ്ട് തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഞാൻ നേരെ വിട്ട് കണ്ണൂരിലേക്ക്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ 4 അക്ഷരമെങ്കിലും പഠിക്കും. പക്ഷെ വീട്ടിലെത്തിയാലോ ഞാൻ ആ ഭാഗ്യം വിടും. ഇന്ന് നമ്മൾ 1:20 ട്രെയിനാണ് പോണത്. പക്ഷെ 1:40 ട്രെയിൻ അവിടെ എത്തിയതും. അങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഒരു നേരെ നടത്താണ്. കാരണം എവിടെയെങ്കിലും ഇരിക്കാൻ ഒരു സീറ്റ് ഉണ്ടോ തപ്പിയാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഒരു സീറ്റെല്ലാം ഒപ്പിച്ച് പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ കുറിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അത് മേടിച്ചപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ ഇങ്ങോട്ടെത്തി. ട്രെയിൻ ഇവിടെ എത്താനായി എന്നറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആകെ ഉണ്ടായത് എങ്ങനെയെങ്കിലും നൊയഞ്ഞ് കയറിയിട്ട് ഒരു സീറ്റ് പിടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ തരക്കേടില്ലാത്തൊരു സീറ്റെല്ലാം ഒപ്പിച്ചു. ഇനി അടുത്ത എൻ്റെ ഫോക്കസ് ഒരു വിൻഡോ സീറ്റ് ആയിരുന്നു. അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ആ സന്തോഷം അധികം നേരം നിന്നിട്ടില്ല ഗൈസ്. അപ്പോഴേക്കും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാനുമായി. അങ്ങനെ ട്രെയിനിൽ ഇറങ്ങിയിട്ട് നീട്ടിയൊരു നടത്താണ്. എന്തിന് അടുത്തനി ബസ് പിടിക്കണം. അങ്ങനെ കുറച്ച് അധികം നേരം നോക്കി നിന്നിട്ടാണ് ആ ബസ് വന്നത് തന്നെ. അങ്ങനെ ബസ്സിലെല്ലാം കയറിയിട്ട് നമ്മൾ നേരെ കോളേജിലേക്ക് വന്നിറങ്ങിയപ്പോൾ അവിടെ ആകെ ശൂന്യമായ അന്തരീക്ഷമായിരുന്നു. കൂടുതൽ നേരം നിൽക്കാതെ ഞാൻ വേഗം എൻ്റെ റൂമിലേക്ക് പോയി. അങ്ങനെ റൂമിലേക്ക് കയറിയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എൻ്റെ ബെഡ് നഗ്നമായി കിടക്കുന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. അതിന് ഉടുപ്പെല്ലാം വിരിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ചു നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്ത് വന്നിരുന്നു. എന്തെല്ലോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് വെള്ളത്തിൽ ദാഹം വന്നത്. അങ്ങനെ ഞാൻ കുപ്പി എടുത്തിട്ട് ഞാൻ നേരെ കോളേജിലേക്ക് വിട്ട്. അപ്പോഴേക്കും സമയം ഒരു 5:30 ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ക്യാമ്പസിൽ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം പറഞ്ഞത് ഈ ഒരു ഗാർഡൻ ആട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെ ആട്ടോ. അപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് കുറച്ച് സാധനം എല്ലാം മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ആ സാധനം എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ പോയിരുന്നു കേട്ടോ. എനിക്ക് അവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നെങ്കിലും പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ശരി, ബൈ.